എല്ലാം നശിച്ചാലും അള്ളാഹിന്റെ ആ ജലാൽ ഇസ്സത്ത് അത് അതേ രൂപത്തിൽ അവശേഷിക്കും എന്നുള്ളത്. അതായത് മറ്റൊരാൾ വാഴ്ത്തിയിട്ടില്ലെങ്കിലും അതിന് സമ്പൂർണനായ അർഹനായവൻ അത് അള്ളാഹു മാത്രമാണെന്നുള്ളത്. അത് നമ്മൾ എത്ര വാഴ്ത്തിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ലാ ഉഹ്സി സനാ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക, ഞങ്ങൾ എത്ര വാഴ്ത്തിയാലും അത് ഇവിടെ എത്തുന്നില്ല എന്നുള്ളത്. അത്രയേറെ വാഴ്ത്തപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. അതാണ് ഹംദിൽ കടന്നു വരുന്ന ഒരാശയം. അപ്പൊ സുബ്ഹാനല്ലാഹ്, അതന്നെ എത്ര പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് പലർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്ന സമയത്ത് അയാളെ നമ്മൾ വാനോളം വാഴ്ത്താറുണ്ട്, അയാളോട് വല്ലാത്തൊരു മതിപ്പ് തോന്നാറുണ്ട്, നിരവധി ഫാൻസുകളെല്ലാം അയാൾക്ക് രൂപീകരിക്കാറുണ്ട്. ചിന്തിച്ചോക്ക, ലോകത്തുടനീളം കഴിഞ്ഞു പോയിട്ടുള്ള നിരവധി കോടാനുകോടി മനുഷ്യർ, അതേപോലെ തന്നെ വരാനിരിക്കുന്നതായിട്ടുള്ള നിരവധി കോടാനുകോടി മനുഷ്യർ, അവർക്കെല്ലാം വ്യത്യസ്ത കഴിവുകൾ നൽകിയിട്ടുള്ളവൻ, അതേപോലെ തന്നെ നിരവധി അത്ഭുത പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അതിലേക്ക് നോക്കി നമ്മൾ അതിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ കണ്ണഞ്ചിപ്പിക്കുന്ന ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പല രൂപത്തിലായിട്ട് സംസാരിക്കാറുണ്ട്. അത് ഭൂമി മാത്രമല്ല, ആ റബ്ബുൽ ആലമീൻ, ആ ലോകത്തെ മുഴുവൻ സംവിധാനിച്ചിട്ടുള്ള നമ്മൾ സൂക്ഷ്മ ലോകത്തെയും സ്ഥൂല ലോകത്തെയും നമ്മൾ എത്ര സൂം ചെയ്യുന്നുണ്ടോ അത്രയും മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, അതിനെല്ലാം ഇത്രയും മനോഹരമായിട്ട് സംവിധാനിച്ചിട്ടുള്ള ആ സംവിധായകനെ അത് എത്രത്തോളം വാഴ്ത്തപ്പെടാൻ അർഹനായിട്ടുള്ളവരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മൾ അൽഹംദുലില്ലയുടെ ആളുകളാണ്. അതായത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടിൽ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഒന്നുകിൽ രാത്രിയുടെ അന്ധകാരത്തെ പൊഴിച്ച് അവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി മനോഹരമായിട്ടുള്ള ആ മാനത്തെ നക്ഷത്രങ്ങളുടെ ആ സൗന്ദര്യത്തെ നിങ്ങൾക്ക് പ്രകീർത്തിക്കാം. കാരണം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അജബല്ലിൽ അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. കാരണം അവൻ എല്ലാം ഖൈറാണ്, എല്ലാം പോസിറ്റീവാണ്. സദാസമയത്തും ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും ആ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ. കാരണം ഏതൊരു അന്ധകാരത്തിലും അവന് സ്വയം പ്രകാശിക്കുന്നവരായിരിക്കും. കാരണം അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലേക്ക് അവന് ഫോക്കസ്. അതുകൊണ്ട് തന്നെ നന്ദിയുള്ള ഹൃദയങ്ങളുടെ ഉടമകളായിരിക്കും അവർ. അതാണ് ഹംദിന്റെ രണ്ടാമത്തെ അർത്ഥമായിട്ട് കടന്നു വരുന്ന ആ ശുക്ർ. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വതും അത് ഏതെങ്കിലും ഒരു കഴിവല്ല, മറിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ ജീവനെ അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓരോ ശ്വാസവും പറയാറുള്ളത് പോലെ ജീവനുള്ള സർവ്വതും അള്ളാഹിന്റെ വെന്റിലേറ്ററിലാണ്. അവനെ ഡിസ്കണക്ട് ചെയ്യുന്നതോടുകൂടി അവരുടെ കാലാവധി തീരുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഈ അനുഗ്രഹങ്ങൾ വഇൻ തഉദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം അത്രയേറെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും നിഷേധിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. അത് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ, അത് വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കാണ് അള്ളാഹു നൽകിയത്. അപ്പൊ മഴ എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അത് വിശ്വാസികൾക്ക് മാത്രമല്ല, മുഴുവൻ ആളുകൾക്ക് അള്ളാഹു നൽകി ദുനിയാവിൽ. കാരണം അടുത്ത ആയത്തിൽ ഫാത്തിഹയിൽ ആദ്യമായിട്ട് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്ന അവന്റെ നാമം അർ റഹ്മാൻ എന്നുള്ള നാമമാണ്. ഈ രൂപത്തിൽ അള്ളാഹു നൽകി. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് രണ്ട് രൂപത്തിലുള്ള നിലപാടുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്നുള്ള അധ്യായത്തിൽ ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞു ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ നന്ദികേടിൽ നിങ്ങൾക്ക് തുടരല്ല. ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അതിന്റെ പരിണിത ഫലം മാലിക് യൗമിദ്ദീൻ അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി, രണ്ട് നിലപാടുകൾ സ്വീകരിക്കാം. പക്ഷെ അതിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇതൊന്നുമല്ല, മറിച്ച് ആ ഹിദായത്താകുന്ന അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഹിദായത്താണ്. അപ്പൊ ഈ നന്ദിയും ഹിദായത്തും ഇത് രണ്ടും പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, ഈ ആദ്യത്തെ ജുസിയിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് കടന്നു വരുന്ന സൂറത്തുൽ ബഖറയുടെ ആരംഭഭാഗത്ത് സുദീർഘമായിട്ട് ആ ബനു ഇസ്രായേലിന്റെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. അവിടെ 40 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ബനു ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തുടനീളം അള്ളാഹു തുടരെ ആവർത്തിച്ച് അവരെ ഉണർത്തുന്ന കാര്യം അവർക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും ആവർത്തിക്കുന്നുണ്ട് 47-ാമത്തെ ആയത്തിലും 49-ാമത്തെ ആയത്തിലും. അതേപോലെ തന്നെ ആ ഫിർഔന്റെ ക്രൂരതകളിൽ നിന്നും അവരെ രക്ഷിച്ചത് ഇത് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ, ആ രൂപത്തിൽ രക്ഷിച്ചവർക്ക് ആ നിർഭയത്വം നൽകിയതും വ്യത്യസ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പല രൂപത്തിലായിട്ട് 57, 61 ആയത്തുകളിലെല്ലാം ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു പറയുന്നുണ്ട്. പ്രധാനമായിട്ട് നൽകിയ അനുഗ്രഹം ആ അമ്ന നിർഭയത്വം, അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ. അത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസിലും റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരാൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മീതെ ഒരു കൂര, അതായത് ഒരു വീടും ഭക്ഷണവും അതേപോലെ തന്നെ നിർഭയത്വം ഉണ്ടെങ്കിൽ നിങ്ങളൊരു രാജാവിനെ പോലെയാണ് ഉണർന്ന് എഴുന്നേൽക്കുന്നത്.